ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം 2019 ഇന്ത്യയിൽ വന്ന് ഒരു വലിയ തരംഗം സൃഷ്ടിച്ച SUV ആണ് നമ്മുടെ കിയ സെൽറ്റോസ് എന്ന് പറയുന്ന. കിയ എന്ന് പറയുന്ന ബ്രാൻഡ് ആദ്യമായി ഇന്ത്യയിൽ വരുന്നത് 2019 സംഭവം. ഹ്യുണ്ടായുടെ സബ്സിഡറി ആയതുകൊണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു എങ്ങനെയാണ് ഇന്ത്യയിലെ ആൾക്കാരെ പിടിക്കേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സും നല്ല കിടിലൻ ലുക്കും ഒക്കെ ആയിട്ടാണ് സെൽറ്റോസ് ആ സമയത്ത് ഇന്ത്യയിൽ എത്തിയത്. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് ഒരേ ജനറേഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷത്തിന് മുകളിലായി. ഇതുവരെ പ്രത്യേകിച്ച് വലിയൊരു ജനറേഷൻ അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും അത്യാവശ്യം മേജർ ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് കഴിഞ്ഞ വർഷത്തിന് കിട്ടിയതാണ്. പക്ഷേ എന്നാൽ ഇതൊക്കെ കിട്ടിയിട്ടും ഈ വാഹനത്തിൻ്റെ പുതിയ ജനറേഷൻ മോഡൽ ഇപ്പോൾ സൗത്ത് കൊറിയയിൽ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായി സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിസൈൻ ആസച്ച് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം തന്നെ നമുക്ക് പറയാൻ പറ്റും. പ്ലാറ്റ്ഫോം മാറിയിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോഴും അറിയില്ല. ഇതിനു മുന്നേ നമ്മുടെ സെൽറ്റോസും ക്രെറ്റയൊക്കെ K2 എന്ന് പറഞ്ഞ ഹ്യുണ്ടായുടെ പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്താണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് വ്യത്യാസമാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ലൈറ്റ്സ് ഒക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ബാക്കി മൊത്തം ക്യാമഫ്ലാജ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഏറ്റവും എൻഡിൽ ഒരു ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി സ്ക്വയർ ആയിട്ട് നിൽക്കുന്ന ഒരു ലൈറ്റാണ് കാണാൻ പറ്റുന്നത്. പൊതുവേ ഇപ്പോൾ കമ്പനികളെല്ലാം സ്ലീക്ക് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് അവർ എന്താണോ ഇത്രയും വലിയ ലൈറ്റ്സ് പിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായില്ല. മിക്കവാറും നമുക്ക് ആ ഒരു ചെറിയ പോർഷനൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് ലിറ്റായി കാണുന്നത്. ഇപ്പോൾ അവർ ക്യാമോഫ്ലാജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് പോർഷൻ മാത്രം അങ്ങോട്ട് എക്സ്പോസ് ചെയ്തു എന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ താഴേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു കട്ടൗട്ടൊക്കെ കാണാം. ഫോഗ് ലാമ്പിൻ്റെ ആയിരിക്കാം. പൊതുവേ ഇപ്പോൾ കമ്പനികളൊക്കെ ഫോഗ് ലാമ്പ്സ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കിയ ഇപ്പോഴും ഒഴിവാക്കിയിട്ടില്ല. ഫ്യൂച്ചറിലും ഒഴിവാക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ക്രെറ്റയൊക്കെ നമുക്കൊരു സ്പ്ലിറ്റ് ഹെഡ് ലാമ്പിൻ്റെ ഡിസൈൻ പാറ്റേണിലേക്ക് പോയി. പക്ഷേ കിയ ഇതുവരെ സ്പ്ലിറ്റ് ഹെഡ് ലാമ്പ്സിൻ്റെ ഡിസൈൻ അവരുടെ വാഹനങ്ങളിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴും കൺവെൻഷണൽ ഡിസൈൻ തന്നെയാണ് അവർ സെൽറ്റോസിലൊക്കെ ഫോളോ ചെയ്യുന്നത്. എല്ലാ ലൈറ്റ്സും മുകളിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അവരുടെ സൈറോസ് എന്ന് പറഞ്ഞ പുതിയൊരു വണ്ടി വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ലൈറ്റിംഗ് പാറ്റേൺ ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ടോപ്പ് പോർഷനിൽ ലൈറ്റേ ഇല്ല, മൊത്തം ബോട്ടം പോർഷനിലാണ് വരുന്നത്. എന്തായാലും ഇതിൻ്റെ സൈഡ് പ്രൊഫൈലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വലിയ സൈസുള്ള അലോയ്സ് ആണ് കാണാൻ പറ്റുന്നത്. 18 ഇഞ്ച് തന്നെ ആയിരിക്കും. അതിൽ കൂടുതൽ എന്തായാലും സെഗ്മെൻറ്റിൽ ഇനിയിപ്പോൾ സൈസ് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ മാക്സിമം സൈസിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ അവിടെ നമുക്ക് ORVMസിൻ്റെ ഡിസൈനിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡോറിൻ്റെ ഒക്കെ ഡിസൈൻ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബാക്കിലത്തെ കോട്ട ഗ്ലാസും അതുപോലെ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ വ്യത്യാസം ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് അവർ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചിലപ്പം ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് കൊടുക്കാനുള്ള പരിപാടിയായിട്ടായിരിക്കും കവർ ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ പറയുമ്പോൾ സൈഡിലും നമുക്ക് നല്ല രീതിയിലുള്ള ഡിഫറൻസ് തന്നെ പറയാൻ പറ്റും. പിന്നെ റൂഫ് റെയിൽസ് ഷാർക്ക് ഫിൻ ആൻറ്റിന തുടങ്ങിയ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ റൂഫ് റെയിൽസും കാണുമ്പം ഫംഗ്ഷനായിട്ടും തോന്നുന്നില്ല. റിയർ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് വലിയ വ്യത്യാസം പറയാൻ പറ്റുന്നത്. ഫ്രണ്ടിലും സൈഡിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ വളരെ വലുപ്പമുള്ളൊരു വണ്ടി പോലെയാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത്. കുറേയൊക്കെ ഒരു വണ്ടിക്ക് വലുപ്പം തോന്നാൻ വേണ്ടി അഡീഷണൽ വലിച്ച് കെട്ടിയിരിക്കുന്ന സാധനങ്ങളുണ്ട്. അത് ഈ ടെസ്റ്റിംഗ് വണ്ടികൾ പൊതുവേ ചെയ്യുന്നതാണ് പുറത്തൊക്കെ. ഈ വണ്ടിയിലും അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് കയറ്റിയതായിട്ട് കാണാം. പക്ഷേ എന്നാൽ പോലും ഇതിനകത്ത് ഇപ്പോൾ ബാക്കിൽ ലൈറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ കിയയുടെ ഇപ്പോഴത്തെ വാഹനങ്ങൾ വരുന്ന പോലെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ലൈറ്റ്സ് ആണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. ടോപ്പ് പോർഷനിലുണ്ട്, അത് തന്നെ താഴത്തേക്കും വരുന്നുണ്ട്. LED ലൈറ്റ്സ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് വണ്ടി കാണുമ്പം ഭയങ്കര സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ഷേപ്പിൽ ഇത്തിരി ഹൈറ്റ് കുറഞ്ഞ പോലെയാണ് ഇതിൻ്റെ അകത്ത് സ്പൈ ഷോട്ടിലിരിക്കുന്നത്. നമുക്കെന്തായാലും ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ മോഡലുമായിട്ട് യാതൊരു സിമിലാരിറ്റിയും ഈ വാഹനത്തിൽ പറയാനില്ല. ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് അവരിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത്രയും വ്യത്യസ്തമായൊരു വണ്ടി ഇപ്പോൾ ഇറങ്ങാനുള്ള സമയമായോ എന്ന് വരെ തോന്നിപ്പോകും. കാരണം സെൽറ്റോസ് ഇറങ്ങിയിട്ട് അധികം കാലമൊന്നും ആയതായിട്ട് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവില്ല. 2019 എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇപ്പോഴും 2020 ഇപ്പോൾ കഴിഞ്ഞ വർഷമാണല്ലോ സെൽറ്റോസ് ഇറങ്ങിയത്. ആ സമയത്ത് കോവിഡ് വന്നുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ 2020 എന്ന് പറയുന്നൊരു വർഷം വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഇനി അത് പോട്ടെ, നമുക്ക് ഈ വണ്ടിയിലേക്ക് തന്നെ തിരിച്ചു തരാം. ഇതൊക്കെയാണ് തന്നെ ഡിസൈനിൻ്റെ ആസ്പെക്ട്സിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ജനറേഷൻ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിൻ്റെ കേസിലും യാതൊരു കോംപ്രമൈസും വേണ്ട. ഇപ്പോൾ ഉള്ള വണ്ടി തന്നെ വളരെയധികം ഫീച്ചർ ലോഡാണ്. മാത്രമല്ല ഇൻറ്റീരിയറിൻ്റെ ഡിസൈനും വളരെ നല്ലതാണ്. നമുക്ക് പ്രീമിയം ഡിസൈനാണ് ഇൻറ്റീരിയറിൽ കിട്ടുന്നത്. കംപ്ലീറ്റ് ഇങ്ങനെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന 10.25 ഇഞ്ചസിൻ്റെ 2 ഇൻഫോടൈം സിസ്റ്റമൊക്കെ വരുന്നുണ്ട്. ഈ വണ്ടിയുടെ കേസിൽ ഇനിയിപ്പം ഡാഷ്ബോർഡ് ഡിസൈൻ കംപ്ലീറ്റ്ലി മാറും എന്നുള്ള കേസിൽ യാതൊരു സംശയവും വേണ്ട. കാരണം എക്സ്റ്റീരിയർ ഡിസൈൻ തന്നെ ഒരു മൊത്തം മാറ്റി. അപ്പോൾ പിന്നെ ഡാഷ്ബോർഡ് ഡിസൈൻ എന്തായാലും സെയിം ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നില്ല. ഫീച്ചേഴ്സിൻ്റെ കേസാണെങ്കിലും ഇപ്പോൾ തന്നെ നമുക്കിതിൻ്റെ അകത്ത് ഡ്യുവൽ സോൺ ഓട്ടോ AC വരുന്നുണ്ട്. അതുപോലെ തന്നെ പാനോറോമിക് സൺറൂഫ് അവൈലബിൾ ആണ്. വെന്റിലേറ്റഡ് സീറ്റ്സ്, അതുപോലെ നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. പിന്നെ വയർലെസ് ചാർജർ എന്ന് പറയേണ്ട എല്ലാ ഫീച്ചേഴ്സും 360° ക്യാമറ ആയിക്കോട്ടെ, അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ലെവൽ 2 ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സെൽറ്റോസിൽ കിയ കൊടുത്തിട്ടുണ്ട്. ഈവൻ ഹെഡ് അപ്പ് ഡിസ്പ്ലേ പോലും ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് സെൽറ്റോസിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നുള്ളത് ഗ്രാൻഡ് വിറ്റാറിലൊക്കെയാണ്. പക്ഷേ സെൽറ്റോസിൽ പണ്ട് മുതലേ, അത് ഇറങ്ങിയ സമയം മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഫീച്ചർ ലോഡറായിട്ട് വരുന്ന വണ്ടിയാണ് സെൽറ്റോസ്. ഇത് ഇത്രയും കാലം നമ്മുടെ ഈ ഫേസ് ലിഫ്റ്റ് ക്രെറ്റ വരുന്നതിന് മുമ്പ് ക്രെറ്റയിൽ അത്രയും ഫീച്ചേഴ്സ് ഇല്ലായിരുന്നു. പ്രീ ഫേസ് ലിഫ്റ്റിൽ ഈ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ തൊട്ടാണ് ക്രെറ്റയിൽ വരെ ഇത്രയും മാക്സിമം ഫീച്ചേഴ്സ് വന്നു തുടങ്ങിയത്. സെൽറ്റോസിൽ അവർ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നതിന് അപ്പുറമായിട്ട് ഈ പുതിയ ഫേസ് ലിഫ്റ്റിൽ ചെയ്ത് ഇൻറ്റീരിയർ ഡാഷ്ബോർഡൊക്കെ കുറച്ചും കൂടെ അതിൻ്റെ ലേഔട്ടൊക്കെ ഒന്ന് പുതുമ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലായിരുന്നു. എന്തായാലും ഈ വണ്ടിയിൽ അങ്ങനെ ആയിരിക്കില്ല. കംപ്ലീറ്റ് ഒരു പുതിയ ഓവർഹോൾ തന്നെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഇനി ട്രാൻസ്മിഷൻ ഓപ്ഷൻസ്, പവർ ട്രെയിൻ ഓപ്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തായാലും വലിയ വ്യത്യാസം വരാനുള്ള ചാൻസ് ഇല്ല. നമുക്ക് ഇന്ത്യയിൽ ഇപ്പം 1.5 ലിറ്റർ എണ്ണ പെട്രോൾ, 1.5 ലിറ്റർ ടർബോ ഡീസൽ, അതുപോലെ 1.5 ലിറ്റർ ടർബോ പെട്രോൾ, അതായത് TGD എഞ്ചിൻ തുടങ്ങിയ ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്. അതിൽ തന്നെ ഒരുപാട് ട്രാൻസ്മിഷൻ ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് CVT ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട്, 6 സ്പീഡ് മാനുവൽ കിട്ടുന്നുണ്ട് പെട്രോളും അതുപോലെ ഡീസലും, പിന്നെ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട്, 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട്. IMT ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ കുറച്ച് കാലം മുന്നേ IMT നിർത്തിയെന്ന് തോന്നുന്നു. ഇനീഷ്യലി വണ്ടി ഇറങ്ങിയ സമയത്തൊക്കെ IMT ഉണ്ടായിരുന്നു ഫേസ് ലിഫ്റ്റിൽ. ഈ പറയുന്ന സാധനങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അതിൻ്റെ കൂടെ ഇവർ നമുക്ക് കൊണ്ടുവരാനുള്ളൊരു പോസിബിലിറ്റി ഉള്ള എഞ്ചിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആണ്. ഇൻ്റർനാഷണലി ഈ വാഹനം ആക്ച്വലി 1.6 ലിറ്റർ ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ്റെ കൂടെയാണ് വരുന്നത്. അത് 140 PS പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല എഫിഷ്യൻസി ഉണ്ട്. സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് ആണ്, എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഗ്രാൻഡ് വിറ്റാറിലൊക്കെ വരുന്ന പോലത്തെ ഹൈബ്രിഡ് സിസ്റ്റം ആണ്. പക്ഷേ ഇത് സെയിം വണ്ടി തന്നെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാറിൽ നമുക്ക് 116 PS പവർ കമ്പൈൻഡ് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. ഗ്രാൻഡ് വിറ്റാരും ഹൈറൈഡും രണ്ടും സെയിം എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ടൊയോട്ടയുടെ TNGA സീരീസിനുള്ളിലുള്ള എഞ്ചിനാണ്. ഈ വണ്ടി എന്ന് പറയുമ്പോൾ 140 PS കമ്പാരിറ്റീവ്ലി 25 PS നമ്മുടെ ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ, ഹൈബ്രിഡ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. സോ എന്തായാലും ഹൈബ്രിഡിൻ്റെ പവർ ഔട്ട്പുട്ടിലും കിയ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ടർബോ പെട്രോൾ പിന്നെ ഓൾറെഡി ഈ സെഗ്മെൻറ്റിൽ ഒരു ബെഞ്ച് മാർക്ക് ആണ് ഇപ്പം. ഈവൻ നമ്മുടെ ഫോക്സ്വാഗൻ്റെ 1.5 TSI ഫാസ്റ്റ് ആണ് ഹ്യുണ്ടായുടെ 1.5 ടർബോ ഗ്യാസിലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ പുതിയ എഞ്ചിൻ TGD എഞ്ചിൻ വന്നിരിക്കുന്നത്. ഇനി ഇതിപ്പോൾ സൗത്ത് കൊറിയയിലല്ലേ ടെസ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ളൂ, ഇതെപ്പോൾ ഇന്ത്യയിൽ വരും എന്നൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ വണ്ടി സൗത്ത് കൊറിയയിൽ അടുത്ത വർഷമാണ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ ഒന്നെങ്കിൽ അടുത്ത വർഷം അവസാനത്തോടു കൂടി വരും, അല്ലെങ്കിൽ 2026 സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിരിക്കും മിക്കവാറും വരുന്നത്. കാരണം നമുക്കിപ്പം ഓൾറെഡി പഴയ വണ്ടി ഇറങ്ങിയിട്ട് 5 വർഷത്തിനടുത്തേ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ 6-7 വർഷം കൂടുമ്പോഴൊക്കെയാണല്ലോ ഇപ്പോൾ ഒരു വണ്ടിയുടെ ജനറേഷൻ മാറുന്നത്. അത്രയും അടുത്തായിട്ട് അവർ മാറ്റാൻ ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെ അടുത്ത വർഷം തന്നെ മാറ്റുകയാണെങ്കിൽ കുറച്ചധികം നേരത്തെ ആയിപ്പോവും. സോ 2026 നമുക്ക് ഈ വാഹനത്തിന് ജനറേഷൻ അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം. ഓർ ഏറ്റവും ഏർലി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 അവസാനമാണ്. അതിപ്പോൾ ഒരു ഉദാഹരണം പോലെ എടുക്കുകയാണെങ്കിൽ കിയയുടെ സെറോസ് എന്ന് പറയുന്ന SUV, അതും അവർ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്, ഇന്ത്യയിലല്ല ഗ്ലോബലി, അതായത് സൗത്ത് കൊറിയയിലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ്. ഇന്ത്യയിലെ ടെസ്റ്റിംഗ് കുറച്ച് കാലമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട്, പക്ഷേ എന്നാലും ഇപ്പോൾ വണ്ടി ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ടീസേഴ്സ് ഒക്കെ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടു കൂടി അത് ഇവിടെ അൺവെയിൽ ചെയ്യാനും ചാൻസ് ഉണ്ട്. ലോഞ്ച് എന്തായാലും അടുത്ത വർഷം ഉണ്ടാവുള്ളൂ. പിന്നെ സെൽട്ടോസിൻ്റെ പുതിയ ജനറേഷൻ ഇറക്കുക എന്ന് പറഞ്ഞാൽ അവർ ഇതിറക്കി അതിൻ്റെ അടുത്ത വർഷം തന്നെ സോണറ്റിൻ്റെയും പുതിയ ജനറേഷൻ ഇറക്കേണ്ടി വരും. കാരണം 2020 അവർ സോണറ്റ് എന്ന് പറഞ്ഞ വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് സെൽട്ടോസ് ഇറക്കി ഏകദേശം 1 വർഷത്തിന് ശേഷം. അപ്പോൾ പിന്നെ ജനറേഷൻ അപ്ഡേറ്റ് വരുമ്പോഴും ഒരുപാട് ലേറ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അതെന്തായാലും അതിൻ്റെ ടെസ്റ്റിംഗ് ഒന്നും ഇതുവരെ നമ്മളെവിടെയും കണ്ടിട്ടില്ല. അത് പതുക്കെ തുടങ്ങിയാൽ മതി, അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും തുടങ്ങിയാലും മതി. ഇപ്പോൾ സെൽട്ടോസിനും അവരൊരു പുതിയ ഫേസ് ലിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു മിഡ് സൈക്കിൾ അപ്ഡേറ്റ് ആണ് 2 വാഹനങ്ങളും കൊടുത്ത്. സെൽട്ടോസിൽ പക്ഷേ കുറച്ചും കൂടെ ഇൻറ്റീരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് ആയിരുന്നെങ്കിൽ സോണറ്റിൽ നേരെ തിരിച്ചാണ്. ഇൻറ്റീരിയറിൽ അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വന്നില്ല. മേജറായിട്ട് അവർ എക്സ്റ്റീരിയർ ആണ് ഫേസ് ലിഫ്റ്റ് ചെയ്തത്. എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് കിയ ഇനി കൊണ്ടുവരാൻ പോകുന്ന 2 വണ്ടികൾ. സെറോസ് എന്ന് പറഞ്ഞ SUV ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇവരുടെ പുതിയ സെൽട്ടോസിൻ്റെ ജനറേഷൻ അപ്ഡേറ്റും ഇപ്പോൾ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.